അപ്പം ഗൈസ്, ഇതെൻ്റെ പയറാണ് കേട്ടോ. പയർ നട്ട് പടർന്ന് കയറുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കല്ലേ വേണ്ടു, മക്കളും വല്ലപ്പോഴും വരുള്ളൂ. അതുകൊണ്ട് ഒരു 3-4 ചുവടേ നട്ടിട്ടുള്ളൂ. ഇത് ബീൻസാണ് കേട്ടോ. ഇതെൻ്റെ കോവലാണ് കേട്ടോ. എന്തേ കോവയ്ക്ക് ഉണ്ടായി വരുന്നു. ഇത് പിന്നെ വഴുതനയാണ് കേട്ടോ. ഇതിൽ നിറയെ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇന്നലെ കുറേ പറിച്ചു. ഇന്നും പറിക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ. അവിടെയൊക്കെ കായിലാണ്. കാച്ചിൽ പറിക്കാനുണ്ട് 2 കണ്ടോ. കറിവേപ്പില വേനലായതുകൊണ്ടാണ് കുറച്ച് സാറ് കുറവിന് വിജയേട്ടൻ വളമൊക്കെ കൊണ്ട് ഇടുക. പിന്നെ എൻ്റെ മുരിങ്ങ ഇതാ ഇത്രയും വലുതായി. ഇതിലൊരു കായാണ് ഈ വർഷം ഉണ്ടായത്. പിന്നെ ഗൈസ് ഇത് കണ്ട പേര പൂത്ത് തുടങ്ങിയിട്ട് ഇതാ ഇവിടെയൊക്കെ പൂക്കളുണ്ടാകും. ഇതല്ല ചെറിയൊരു പേരമരമാണ്, പക്ഷെ നിറയെ കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് വേറൊരു പേരയാണ്. ഇത് 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പേര. ഞാൻ മുഴക്കുന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ അടുത്തൊരു നഴ്സറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മേടിച്ചതാണ്ട. 1 വർഷം കൊണ്ട് കറക്റ്റ് കായ്ച്ചു കേട്ടോ. ഇതാ വേറെ ശിഖരത്തിലുമല്ലോ. അതിൻ്റെ അപ്പുറത്തും ഉണ്ടാകുന്ന കായ് കണ്ടോ. പിന്നെ ഒരുപാട് കറ്റാർ വാഴകളുണ്ട് കണ്ടോ. കറ്റാർ വാഴ തോട്ടമാണിത്. നിറയെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. റോസപ്പൂവ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റോസച്ചെടികൾ കൊണ്ടൊക്കെ വെച്ചിട്ട് മഞ്ഞപ്പൂക്കൾ കുറച്ച് കാന്താരി തൈകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇനി അതെല്ലാം പറിച്ച് കുഴിച്ചിടണം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.